ബേസ്ഡപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ത്രില്ലർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു ഇൻസിഡന്റിന് 40 വർഷങ്ങൾക്ക് ശേഷം ഒരു പോലീസുകാരൻ അന്വേഷിച്ചു പോകുന്നതാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ആസിഫ് അലിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. വിവേക് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു പോലീസ് റോളാണ്. അപ്പോൾ പോലീസ് റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ, മലയാള സിനിമയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലീഡർ എന്നെല്ലാം പറയുന്നത് ഒന്നല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ച പോലീസുകാരൻ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയ പോലീസുകാരൻ, അല്ലെങ്കിൽ ഡൈവേഴ്സ് ആവാൻ നിൽക്കുന്ന പോലീസുകാരൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഒരു സാധാരണ പോലീസുകാരനെ വളരെ അപൂർവമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ പടത്തിൽ വളരെ നോർമൽ ആയിട്ടുള്ള സസ്പെൻഷനൊക്കെ കിട്ടിയിട്ടില്ല, ട്രാൻസ്ഫറൊക്കെ കിട്ടുന്ന ഒരു സാധാരണ കേരള പോലീസാണ് ഈ സിനിമയിലെ ഹീറോ എന്ന് പറയുന്നത്. ആസിഫ് അലി നല്ല കിടിലമായി തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കുറ്റവും ശിക്ഷയും സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആയിരുന്നു. ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മാസാവേണ്ട സ്ഥലത്ത് നല്ല ഗംഭീരമായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു സീൻ എന്ന് പറയുന്നത് ഈ മനോജ് കെ ജയനും അതുപോലെ തന്നെ ആസിഫ് അലിയും ഒരു ക്ലോസ് കോണ്ടാക്റ്റിൽ വരുന്നൊരു സീനുണ്ട്. അത് കിടിലമായിരുന്നു. ആ ഭാഗത്ത് നമ്മുടെ മജീദ് നല്ല കിടിലമായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി ചെയ്തിട്ടുണ്ട്. ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിടിലാണ് കേട്ടോ. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ